എല്ലാവർക്കും പുതിയൊരു റെസിപ്പി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് സദ്യയിലെ ഒരു വെറൈറ്റി ഐറ്റമാണ്. സോയാ ചങ്ക്സും അതുപോലെ ഗ്രീൻ പീസും ചേർത്തുള്ള ഒരു മസാലക്കൂട്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. മറ്റു വിഭവങ്ങളൊക്കെ കഴിക്കുമ്പോൾ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രീൻ പീസ് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇത് അരക്കപ്പ് ഉണക്ക ഗ്രീൻ പീസാണ് കേട്ടോ. വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. തലേദിവസം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. പിന്നെ ഒരു കപ്പ് ഉണ്ടായിരിക്കും ഈ ഒരു സോയാ ചങ്ക്സ്. ഇതുപോലെ വലുതും ചെറുതും ഏതുവേണം എടുക്കാം കേട്ടോ. നമുക്ക് ഈ സോയ ഇവിടെ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കേ. ഇതുപോലെ നമ്മൾ ഈ ഒരു ഗ്രീൻ പീസ് ഒന്ന് വേവിക്കാൻ വെക്കുകയാണ്. കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ കുക്ക് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും ആവുമ്പോഴേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് കട്ടെടുത്തിട്ടുള്ളത് ഇത് വേണം. പിന്നെ ഒരു സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു വെളുത്തുള്ളി. ഇത് വലിയതായതുകൊണ്ടാണ് ഞാൻ ഒന്നെടുത്തത്. ചെറുതാണെങ്കിൽ ഒരു 2 എടുക്കാം. ഇത് ചെറിയുള്ളിയാണിത് 2. നമുക്ക് തേങ്ങ വറക്കണം, അതിന് വേണ്ടി ചേർക്കാനുള്ളതാണ്. കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് തേങ്ങ ചിരവിയതാണ്. പിന്നെ കുറച്ച് പൊടികളും ആവശ്യമുണ്ട്. നമുക്ക് ചെയ്യുമ്പോൾ പറയാം. എന്നാലും ആദ്യം ഇതെല്ലാം ഒന്ന് നന്നാക്കി കൊണ്ടുവരാം. അപ്പോഴേക്കും സോയ നന്നായിട്ട് വെന്തു. ഇതേപോലെ നന്നായിട്ട് വീർത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. വെള്ളം ഫുള്ള് കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്കും ഇവിടെ ഗ്രീൻ പീസ് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകരുത് കേട്ടോ. നമുക്ക് ഇനിയും കുക്ക് ചെയ്യാനുള്ളതാണിത്. ഈ ഒരു പാകത്തിന് അങ്ങനെ വിട്ടിരിക്കണേ. ഓരോ മണിയായിട്ട് തന്നെ ഇരിക്കണം. പിന്നെ അങ്ങനെ നമ്മളൊന്ന് പ്രസ് ചെയ്യുമ്പോൾ ഒന്ന് പൊടിഞ്ഞ് കിട്ടും വേണം. ആ ഒരു പാകത്തിനാണ് എടുക്കേണ്ടത്. ഇതേപോലെ. ഇനി ഇതേ കുക്കറിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഇഞ്ചി നന്നായിട്ട് അരിഞ്ഞതാണ്, ചെറുതായിട്ട് അരിഞ്ഞത്. നന്നായിട്ട് വറക്കണം. വറുത്തെടുക്കുക. ഇങ്ങനെ ഒരു ചെറിയ ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കണേ. അതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള ഇതുപോലെ തന്നെയാണ്. വെറുതെ വാടിയാൽ പോരാ, ഒരു ഇളം ബ്രൗൺ ആകുന്നത് വരെ വഴറ്റണം. ഇല്ലെങ്കിൽ നമ്മുടെ ഈ മസാലക്കൂട്ടിന് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇതിലേക്ക് ഇനി ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ക്യാരറ്റ് ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനകത്തേക്ക് ഞാൻ ഇടുന്നത് പച്ചമുളകാണ്, 1 മതി. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയാൽ മതി. അങ്ങനെ മൂപ്പിക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന സോയ ഉണ്ടല്ലോ, അതുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സോയയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം. അതിലേക്ക് ഇനി പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ മൂടി വെച്ച് 2 വിസിൽ മതി. ഇല്ലെങ്കിൽ മൊത്തം അങ്ങോട്ട് ഉടഞ്ഞു പോകും. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ചെറിയ തേങ്ങ 1.5 കപ്പാണ് എടുത്തുള്ളത്. ഇതിലേക്ക് ഒരു പട്ട, ഒരു ചെറിയ പീസ്, പിന്നെ ഏലക്ക ഉണ്ട്, 1 ഗ്രാമ്പൂ എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് പെരിഞ്ജീരകം, 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഉണ്ടായിരിക്കും ഇട്ട് കൊടുക്കുക അതിനകത്തേക്ക്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും ഇട്ടിട്ട് നമുക്ക് അടുത്ത് തരിക. നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. തേങ്ങ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ചുവപ്പാകുന്നതൊന്ന് വറുത്തെടുക്കാം. തേങ്ങ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഒരു ഇളം ബ്രൗൺ കളർ ഇട്ട് ഒരുപാട് കരിഞ്ഞു വേണ്ട. അതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് വെള്ളം ചേർക്കാതെ പൊടിച്ചെടുക്കാം. ഇവിടെ കുക്കറിൽ നമ്മൾ വെച്ചിരുന്നതെല്ലാം കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആവിയെല്ലാം പോയപ്പോൾ കറക്റ്റ് ആ ഒരു അധികം ഉടഞ്ഞു പോവാതെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു കൂട്ട്. ഞാനതൊരു സൗകര്യത്തിന് വേണ്ടിയിട്ട് മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുക. പിന്നെ തേങ്ങ വറുത്തത് തണുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. വെള്ളം ചേർക്കാതെ നന്നായിട്ട് പൊടിച്ചെടുക്കണം. അതുകൂടെ ഈ ഒരു കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇളക്കൽ ഇതിൽ ഉള്ളതുകൊണ്ടാണ് നമ്മൾ നേരത്തെ എല്ലാം വേവിക്കുമ്പോൾ ഒരു 3/4 വേവ് അല്ലെങ്കിൽ ആ ഒരു പാകത്തിന് എല്ലാം എടുക്കണം എന്ന് പറയുന്നത്. ഇതിൽ കിടന്നിട്ടും ഒന്നും കൂടെ ഒന്നും ആവാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വേവ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് പാകത്തിന് വെള്ളവും പിന്നെ ഉപ്പും ചേർത്ത് കൊടുക്കാനുണ്ട്. വെള്ളം കുറച്ച് മതി കേട്ടോ. നമുക്ക് ഈ ഒരു മസാല, ഈ ഒരു തേങ്ങേൻ്റെ വറുത്തതുണ്ടല്ലോ, അത് നമ്മുടെ സോയയിലേക്കും ഗ്രീൻ പീസിലേക്കൊക്കെ ഒന്ന് ചേർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് വെള്ളം ചേർത്തിട്ട് ഒന്ന് ഇളക്കുക. വീണ്ടും ഒന്ന് ഉപ്പ് നോക്കുക.
അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് സിമ്മിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് ആവി കയറ്റിയെടുക്കുക. അപ്പോൾ ഇതേപോലെയാണ് ഉണ്ടാവുക. ഇത് കണ്ടില്ലേ, കറക്റ്റ് ഭാഗമാണ് കിട്ടിയിട്ടുള്ളത്. വെള്ളത്തിൻ്റെ അളവ് എപ്പോഴും കറക്റ്റ് ആയിരിക്കണേ. ഒരുപാട് വെള്ളം കൂടിപ്പോയാൽ പിന്നെ നമ്മൾ വറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അതിട്ടിട്ട് വേവിക്കേണ്ടി വരും. അപ്പോൾ ആകെ ഇങ്ങോട്ട് ഉടഞ്ഞ് കലങ്ങിപ്പോകും. പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു മസാലക്കൂട്ട്. പിന്നെ ലാസ്റ്റ് ഒരു താളിക്കലാണ്. വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കിടിലൻ ഒരു സദ്യ വിഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ എല്ലാ സ്ഥലത്തും ഈ സദ്യക്ക് ഞാൻ കണ്ടിട്ടില്ല ഈ ഒരു ഐറ്റം, പക്ഷെ അത് നല്ല രുചിയാണ് കേട്ടോ അതിന് കഴിക്കാൻ. നമ്മുടെ സദ്യയിൽ മറ്റു വിഭവങ്ങളുടെ കൂടെ ഒരു വെറൈറ്റി ടേസ്റ്റായിട്ട് മാറി നിൽക്കുന്ന ഒരു ഐറ്റമാണ്. ചെയ്ത് നോക്കുക. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ റെസിപ്പിയായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.